എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശപഥം, ബസൂക്ക എന്ന സ്വന്തം പുണ്യാളൻ എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ശപഥം എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ തമിഴ് സിനിമയാണ്. ഒരു ഹൊറർ സൂപ്പർ നാച്ചുറൽ ത്രില്ലറും കൂടിയാണ് ഈ ഒരു സിനിമ. ആദി പിനിഷെട്ടി, ലക്ഷ്മി മേനോൻ, സിമ്രാൻ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് ആമസോൺ പ്രൈം ആണ്. ആമസോൺ പ്രൈമിൽ ഈ മാസം അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ മാസം ആദ്യവാരം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. ഒരു സ്ഥലത്ത് അസാധാരണമായ ശബ്ദങ്ങൾ കേൾക്കുന്നതും അതിനെ സംബന്ധിച്ച് മുന്നോട്ട് പോകുന്ന കഥയാണ് ഇത്. അടുത്ത അപ്ഡേറ്റ് സിത്താരെ സമീൻ പർ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ഹിന്ദി സിനിമയാണ്. ആമിർ ഖാൻ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സോണി ലീവാണ് സിത്താരെ സമീർ പറിന്റെ OTT വാങ്ങിച്ചത്. ഏപ്രിൽ 3 ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. സിത്താരെ സമീൻ പർ ഒരു സ്പോർട്സ് ഇമോഷണൽ സിനിമയാണ്. അടുത്ത അപ്ഡേറ്റ് ടെസ്റ്റ് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ആർ മാധവൻ, നയൻതാര, സിദ്ധാർത്ഥ്, മീര ജാസ്മിൻ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ 4 ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. ഈ ഒരു സിനിമയുടെ മലയാള വെർഷനും ഉണ്ട്. കഥ 3 ആളുകളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് അവതാർ ഫയർ ആൻഡ് അഷ് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ മാർച്ച് 31 അവതാർ ഫയർ ആൻഡ് അഷിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്ത അപ്ഡേറ്റ് വന്ത് 2 എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വന്നിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ സഞ്ജയ് മിർഷ, നിത ഗുപ്ത എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഏപ്രിൽ 3 ഈ ഒരു സിനിമയുടെ OTT റിലീസ് നെറ്റ്ഫ്ലിക്സിൽ ഉണ്ടാവുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയിൽ നിത പിള്ള, വനിത സുഭാഷ്, അജ്മൽ അമീർ, സിദ്ദിഖ് എന്നിവരാണ് അഭിനയിച്ചത്. തങ്കമണി ഒരു റിയൽ ഇൻസിഡന്റ് അടിസ്ഥാനമാക്കിയാണ് കഥ പറഞ്ഞു പോകുന്നത്. 1980-കളിൽ കേരളത്തിൽ നടന്ന ഒരു പോലീസ് കേസും അതുമായി ബന്ധപ്പെട്ട ഗ്രാമത്തിലെ ആളുകൾ അനുഭവിച്ച അനീതിയുമാണ് കഥ പറഞ്ഞു പോകുന്നത്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് സൈന പ്ലേ ആണ്. ഈ ഒരു സിനിമ വിഷുവിന് സ്പെഷ്യലായി OTT റിലീസ് ഉണ്ടാവും. അടുത്ത അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് ആമസോൺ പ്രൈം ആണ്. വിലായത്ത് ബുദ്ധയിൽ പ്രധാന കഥാപാത്രമായി എത്തിയിരിക്കുന്നത് പൃഥ്വിരാജ് ആണ്. ആമസോൺ പ്രൈമിൽ വിഷുവിന് ഈ ഒരു സിനിമയുടെ OTT അപ്ഡേറ്റ്സ് ഉണ്ടാവും. അടുത്ത അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെ പറ്റിയാണ്. ബാന്ദ്രയിൽ പ്രധാന കഥാപാത്രമായി എത്തിയിരിക്കുന്നത് ദിലീപും തമന്ന പാട്ടിയുമാണ്. ഈ ഒരു സിനിമയിൽ യുവ ഫിലിം മേക്കർ ഒരു പഴയ ബോളിവുഡ് നടിയുടെ ആത്മഹത്യയുടെ പിന്നിൽ നടക്കുന്ന രഹസ്യം അന്വേഷിക്കുന്നതാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് ആമസോൺ പ്രൈം ആണ്. വിഷുവിന് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്ത അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൻകോ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ റിലീസായിട്ട് 3 വർഷം കഴിഞ്ഞു. ഇതുവരെയായിട്ട് OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് നിവിൻ പോളി, മമിത ബൈജു എന്നിവരാണ്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. വിഷുവിനായിരിക്കാം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യുന്നത്. അടുത്ത അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയെ പറ്റിയാണ്. ഗെറ്റ് സെറ്റ് ബേബി 2025-ലാണ് റിലീസായത്. പക്ഷെ ഇതുവരെയായിട്ടും ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചത്. മനോരമ മാക്സ് ആയിരുന്നു ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT വാങ്ങിച്ചത്. എന്നിട്ടും ഈ ഒരു സിനിമയുടെ OTT ഇതുവരെയായി റിലീസ് ചെയ്തിട്ടില്ല. വിഷുവിന് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അവസാനത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. ബസൂക്കയിൽ പ്രധാന കഥാപാത്രമായി എത്തിയിരിക്കുന്നത് മലയാള സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടിയാണ്. എന്നിട്ടും ഈ ഒരു സിനിമ ഇതുവരെയായി OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഈ ഒരു സിനിമ ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ സിനിമ ആയതുകൊണ്ട് തന്നെ വിഷുവിന് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.